UDF-ൽ ഭിന്നത. ഇന്ന് KPCC ആസ്ഥാനത്ത് UDF സംഘടിപ്പിച്ച പ്രാർത്ഥനാ യജ്ഞത്തെ ചൊല്ലിയാണ് ഭിന്നതയുണ്ടായിരിക്കുന്നത്. CMP, JDU, RSP എന്നീ ഘടകകക്ഷികൾ ഇന്നത്തെ പ്രാർത്ഥനാ യജ്ഞത്തിൽ നിന്ന് വിട്ടുനിന്നു. സുനിൽ അരുമാനൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുനിൽ, എന്താണ് ഇത്തരമൊരു ഭിന്നതയ്ക്ക് നിലവിൽ കാരണം? എന്താണ് ഘടകകക്ഷികളുടെ നിലപാട്? അഞ്ജു, സംസ്ഥാനത്ത് CPM-ഉം BJP-യും അക്രമം നടത്തുന്നുവെന്നും ഈ അക്രമം ഒഴിവാക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവന് മുന്നിലാണ് UDF പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിക്കാനായി തീരുമാനിച്ചത്. ഇന്നലെ തന്നെ ആ തീരുമാനം ചർച്ച ചെയ്യുകയും ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ ആയിരുന്നു UDF-ന്റെ നേതാക്കൾ പറഞ്ഞത്. കാരണം കഴിഞ്ഞ UDF യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ഇന്നലെ തലസ്ഥാന നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇത് KPCC ആസ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ ചടങ്ങ് രാവിലെയാണ് ചടങ്ങ് നടന്നത്. പക്ഷേ ഇത്തരത്തിൽ മാറ്റിയതിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി UDF-നകത്തുള്ള ഘടകകക്ഷികൾ രംഗത്തെത്തിയത്. അവർ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതായത് നമ്മൾ എന്തിനാണ് UDF-നകത്ത് ചർച്ച നടത്തിയത്? UDF-നകത്ത് ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്തിയെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാൻ കഴിയാതെ നേതാക്കളുടെ ഇഷ്ടമനുസരിച്ച് ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു പരിപാടി ഒളിച്ചു വെച്ച് നടത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് JDU-യും RSP-യും അതുപോലെ CMP-യും സ്വീകരിച്ചത്. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. തങ്ങൾ വിട്ടുനിൽക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ പരിപാടി KPCC ആസ്ഥാനത്ത് പന്തൽ കെട്ടി നടത്തുമ്പോൾ പോലും പുറത്ത് മൈക്രോഫോൺ ബോക്സുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് തന്നെ ഇതൊരു പൊതുയോഗത്തിന്റെ ഫീലിംഗും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിരോധനാജ്ഞയുടെ ലംഘനമല്ലേ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ രാജ്ഭവന് മുന്നിൽ പോയി ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും പോലീസിന്റെ അറസ്റ്റ് വരിക്കുകയും ചെയ്തുകൂടാ എന്നുള്ള ഒരു ചോദ്യം ഇവർ ഈ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരവും അവർ പറഞ്ഞിട്ടുമില്ല. കാരണം ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഞങ്ങൾ, അങ്ങനെയാണെങ്കിൽ പോലീസിനെ എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? അത് സർക്കാരിന് സഹായിക്കാനാണ് ഇത്തരത്തിൽ ഒരു നിലപാട് കോൺഗ്രസ് കൈക്കൊണ്ടത് എന്നുള്ള ഒരു ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഘടകകക്ഷികൾ രംഗത്തെത്തി ഈ പരിപാടിയിൽ നിന്ന് അവർ വിട്ടുനിന്നത്. ഇത്തരത്തിൽ UDF-നകത്ത് ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കുകയും അതിനെ മാറ്റി കോൺഗ്രസുകാർ മാത്രം അവരുടെ ഇഷ്ടത്തിന് ഈ പരിപാടിയെ മാറ്റി എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് UDF-നകത്തുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ടുള്ള JDU-യും അതോടൊപ്പം തന്നെ CMP-യും RSP-യും ഇതിനകത്ത് വിട്ടുനിന്നത്. ശരി, വ്യക്തമാണ്. UDF-ൽ ഭിന്നതയുണ്ടായിരിക്കുന്നു. ഇന്ന് ചേർന്ന പ്രാർത്ഥനാ യജ്ഞത്തെ ചൊല്ലിയാണ് ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് സുനിൽ നൽകിയത്.